ഹൈക്കമാൻഡാണ് അദ്ദേഹത്തെ നിശ്ചയിച്ചത്. അത് ചില മാധ്യമങ്ങൾ പറയുകയാണ് അദ്ദേഹത്തെ മാറ്റുമെന്ന് പറഞ്ഞാൽ മാറ്റൂ. ഹൈക്കമാൻഡാണ് അദ്ദേഹത്തെ നിശ്ചയിച്ചത്. ഞാനിന്ന് അത് തന്നെയല്ലേ പറഞ്ഞത്. ഹൈക്കമാൻഡാണ് ശ്രീ കെ സുധാകരനെ KPCC പ്രസിഡന്റായിട്ട് നിശ്ചയിച്ചത്. ഹൈക്കമാൻഡാണ് അദ്ദേഹത്തെ എന്നായാലും ഏതെങ്കിലും ഒരു കാലത്ത് ശ്രീ കെ സുധാകരൻ്റെ ടെന്യൂർ കഴിയുമല്ലോ, എൻ്റെ ടെന്യൂർ കഴിയുമല്ലോ. ഞങ്ങളുടെയൊക്കെ ടെന്യൂർ കഴിയുമ്പോൾ ഞങ്ങളെ മാറ്റേണ്ടത് ഹൈക്കമാൻഡാണ്. അതല്ലാതെ ഏതെങ്കിലും മാധ്യമങ്ങളോ മാധ്യമ പ്രവർത്തകരോ ചേർന്ന് കഴിഞ്ഞാൽ അദ്ദേഹത്തെ മാറ്റാൻ കഴിയുമോ? അങ്ങനെ മാറ്റാൻ കഴിയില്ല. അവരല്ലല്ലോ ഈ പാർട്ടിയുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അവർ മൈക്കും തൂക്കി വരുമ്പോൾ ഓരോരുത്തരുടെ ഉദ്ദേശ ലക്ഷ്യം എന്താണെന്ന് നേതാക്കന്മാരൊന്ന് മനസ്സിലാക്കുന്ന നന്നായിരിക്കും. ഇപ്പോൾ ഓരോ മാധ്യമ സ്ഥാപനങ്ങൾക്കും മാധ്യമ പ്രവർത്തകർക്കും ചില അജണ്ടകൾ ഉണ്ടാവുമല്ലോ. ഇപ്പം ചില മാധ്യമ പ്രവർത്തകർ ഹൈലി സെക്കുലറാണ്. അവരുടെ ചോദ്യങ്ങളെല്ലാം ആ സെക്കുലർ ചോദ്യങ്ങളായിരിക്കും. അത് കമ്മ്യൂണലി പോളറൈസ്ഡ് ആയിട്ടുള്ള ആളുകളെ അസ്വസ്ഥപ്പെടുത്തും. അതൊരു അജണ്ടയാണല്ലോ അവർക്ക്, പോസിറ്റീവായിട്ടുള്ള അജണ്ട. അതുപോലെ നെഗറ്റീവ് അജണ്ടയുള്ള മാധ്യമങ്ങളും മാധ്യമ പ്രവർത്തകരുണ്ട്. അവർ മൈക്കുമായി വരുമ്പോൾ ആ മൈക്കിന് മുന്നിൽ പറയുന്ന വാക്കുകൾക്ക് അവരെങ്ങനെയായിരിക്കും അത് കൊടുക്കുക എന്നുള്ള ഒരു ചിന്ത കൂടി നേതാക്കന്മാർക്ക് ഉണ്ടാകും. അത്രേ പറഞ്ഞുള്ളൂ. നാളെ അങ്ങനെ ഒരു പോസ്റ്റർ വരും എന്നുള്ള വിവരം അങ്ങേക്കുണ്ടെങ്കിൽ എനിക്കെന്തായാലും അങ്ങനെ ഒരു വിവരമില്ല. നാളെ അങ്ങനെ ഒരു പോസ്റ്റർ ഒട്ടിയേക്കുമെന്ന് അങ്ങേക്ക് തന്നെ വിവരമുണ്ട് എങ്കിൽ ആ വിവരം തന്ന സോഴ്സിന്റെ ഉദ്ദേശശുദ്ധി നല്ലതല്ല എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനായിട്ടുള്ളത്. പിന്നെ അങ്ങയുടെ ചോദ്യം, ശ്രീ കെ സുധാകരൻ കേരളത്തിൽ വലിയ ജനസ്വാധീനമുള്ള നേതാവാണെന്നുള്ള കാര്യത്തിൽ ആർക്കാ തർക്കമുള്ളത്? കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരുടെ പ്രത്യേകത എന്താ? എല്ലാവരും വലിയ ജനസ്വീകാര്യതയുള്ള ആളുകളാണ്. നിങ്ങൾ പലപ്പോഴും കോൺഗ്രസിനെ പറ്റി ചോദിക്കുന്ന ഒരു നെഗറ്റീവ് നോട്ടിൽ നിങ്ങൾ പറയുന്ന ഒരു കാര്യം ഉണ്ടല്ലോ, കോൺഗ്രസ് ഒരു നേതാവുണ്ട്. ഒരു നേതാവല്ലെന്ന് ഒരുപാട് നേതാക്കന്മാരുണ്ട്.